ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റിബൺ വെച്ചുകൊണ്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. 5 എണ്ണം വേണം ഒരു പൂവ് ഉണ്ടാക്കാനായിട്ട്. അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരുക്കി കൊടുക്കണം. എന്നിട്ട് വിരലുകൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഇതേപോലെ ശരിക്കും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതേപോലെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ 5 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ വെച്ച് എല്ലാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ ഒന്ന് ഒരുക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടെയായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇതേപോലെ കിട്ടും. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ത്രെഡ് പോളനാണ്. ഇനി ഇവിടെ ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് 3-4 എണ്ണം എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് നൂല് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ഇവിടെ നൂല് വെച്ച് ഇതേപോലെ കെട്ടി കൊടുക്കണം. ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. അതിനുശേഷം ലൈറ്റർ കൊണ്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത്രയും പൂക്കൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലൈറ്റർ മാത്രം മതി. നമുക്ക് ഇതേപോലെയുള്ള പൂക്കൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അടുത്തായിട്ട് ഞാനിവിടെ അലൂമിനിയം കമ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഓരോന്നും ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.